ഹായ് എടേ ഞങ്ങളൊരു സ്ഥലം വരെ പോകാൻ പോവാണേ. എവിടെയാ പോകുന്നതെന്നൊക്കെ പറയാം. പക്ഷേ ആര് ക്ഷണിച്ചിട്ടാ പോകുന്നതെന്നറിയാവോ? ലാലേട്ടൻ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ലാലേട്ടൻ നമ്മളെയൊക്കെ ക്ഷണിക്കുമെന്നാണോ? എന്നാൽ ക്ഷണിച്ചിട്ടുണ്ട്. വാ കാണാം നമുക്ക്. പെട്ടെന്ന് പോകാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോൾ മുകേഷ് ഏട്ടൻ കാർ കഴുകുന്നേ ഉള്ളൂ. ഈ കാർ മേടിച്ചിട്ട് ആദ്യമായിട്ടാണ് മുകേഷ് ഏട്ടൻ ഇത് കഴുകുന്നത് കാണുന്നത്. ലാലേട്ടൻ വിളിച്ച സന്തോഷത്തിൽ അച്ഛൻ്റെ വെള്ളയൊക്കെ ഇട്ട് മുണ്ട് മടക്കി കുത്തി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ എത്തുന്ന സമയം കൊണ്ട് ഇതിന്റെ പിന്നാമ്പുറ കഥയൊന്ന് കണ്ടിട്ട് വരാം. കൊല്ലം കൊട്ടിയത്തുള്ള ഡ്രീംസ് മോളിൽ 3 സ്ക്രീനുകളിൽ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സഹകരണ മേഖലയിൽ മൾട്ടിപ്ലസ് സൗകര്യത്തോടെയുള്ള ഒരു മാൾ സമുച്ചയമാണ് ഡ്രീംസ് മോൾ. എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേക്ഷകരെയും ആശീർവാദ് സിനിപ്ലെക്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ സംഗതി പിടികിട്ടിയല്ലേ? കൊട്ടിയത്തുള്ള ഡ്രീം മോളിൽ പ്രവർത്തിക്കുന്ന ആശീർവാദ് സിനിമാപ്ലെക്സിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രീം മോളിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പുറത്തു നിന്നുള്ള വ്യൂ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം. അകത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അധികം തിരക്കൊന്നുമില്ല. അങ്ങനെയായിട്ട് കുറച്ച് പേര് ഇപ്പോൾ നമ്മുടെ സ്റ്റോറൊക്കെ ആയി വരുന്നല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്നത് ആശീർവാദ് സിനിപ്ലെക്സ് എവിടെയെന്നാണ്. അവിടെ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ആശീർവാദ് സിനിപ്ലെക്സിന്റെ നെയിം ബോർഡ് കണ്ട്. നമുക്ക് ഇനിയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടേക്ക് ഒന്ന് ചുറ്റി ഇറങ്ങി കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു കാറ്റാണെന്നറിയാമോ. വെളിയിലേക്ക് നോക്കുമ്പോഴോ കൊട്ടിയത്തിന്റെ യഥാർത്ഥ ഭംഗി ഇങ്ങനെ നോക്കുമ്പോഴാണ് അറിയുന്നതെന്ന് തോന്നുന്നു. ഈ നുണക്കുഴി എന്ന് പറയുന്ന മൂവി കാണാനാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങനെ മുകേഷ് ഏട്ടൻ പോയി ടിക്കറ്റ് ഒക്കെ കൺഫേം ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി പോകാൻ പോവുകയാണ്. ഇവിടെയൊക്കെ സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ ഇത് കാണാനായിട്ട് തന്നെ കുറേ പേര് വന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവസം തന്നെ മൂവി കാണണമെന്ന് പറഞ്ഞ് വന്നെത്തിയിട്ടുള്ളവരാണ്. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയാണ് കേട്ടോ. അകത്തേക്ക് കയറി കഴിഞ്ഞുള്ള കാര്യമാണ് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ശിവയ്ക്ക് സിനിമ എന്ന് പറയുന്ന സാധനമേ ഇഷ്ടമല്ല. 2-2.5 മണിക്കൂർ അടങ്ങിയിരിക്കാന്ന് പറയുന്നത് ശിവയെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ തന്നെ സ്ഥിരം ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ശിവയെ ഒരു ഇന്റർവെൽ വരെ അടക്കിയിരുത്താനുള്ള സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊണ്ടാണ് കയറുന്നത് കേട്ടോ. പോപ്കോൺ ആണ് അവന് സിനിമ കാണുമ്പോൾ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളത്. ഈ സ്ക്രീൻ നമ്പർ 1 നമുക്കുള്ള മൂവി ഉള്ളത്. ഇവിടുത്തെ വെയിറ്റിംഗ് ഏരിയ ഒന്ന് നോക്കിക്കാൻ സൂപ്പർ ആയിട്ടുണ്ടല്ലേ. നല്ലൊരു ലക്ഷറി ലുക്കാണ് ഇതിനുള്ളത്. അങ്ങനെ അച്ഛനും അമ്മയും മുകേഷ് ഏട്ടനും കൂടെ ശിവയെ സോപ്പിട്ട് തിയേറ്ററിന്റെ അകത്തേക്ക് കയറ്റിയാണ് കേട്ടോ. നമ്മൾ ഇത്തിരി നേരത്തെ കയറിയിട്ട് അതിൻ്റെ അകത്തുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കണമല്ലോ. അങ്ങനെ അകത്ത് കയറിയിട്ടുണ്ട്. സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ നോക്കിയാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ ഒക്കെ ഭംഗി പോകുമെന്ന് അറിഞ്ഞില്ല. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു യഥാർത്ഥ ഭംഗി എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. തറയൊക്കെ നോക്കിക്കാൻ നല്ല ഭംഗിയായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റൊക്കെ നമ്മൾ ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഒരു 2-2.5 മണിക്കൂർ നമുക്ക് അതിനകത്ത് എന്തായാലും ഇരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. നല്ലൊരു കണ്ണിന് തന്നെ കാണുമ്പോൾ ഒരു ഭംഗിയാണ്. അങ്ങനെ സ്ക്രീനൊക്കെ കണ്ടു. എന്നാ പിന്നെ നമുക്ക് സിനിമ കാണാം. സിനിമയും തുടങ്ങി. ശിവയുടെ ജോലിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൂവി തുടങ്ങിയപ്പോഴും തന്നെ പോപ്കോൺ ഏതാണ്ട് പകുതി ആയിട്ടുണ്ട്. ഇന്റർവെൽ ആയപ്പോഴത്തേനും ശിവ തന്നെ ഭയങ്കര സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സിനിമയുടെ സെക്കൻഡ് ഹാഫ് സമാധാനപരമായിട്ടൊന്ന് കാണാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ മുകേഷ് ഏട്ടൻ ഈ നടത്തുന്നത്. അടുത്ത പോപ്കോണും ഫ്രൂട്ടിയും നമുക്കുള്ള കോഫിയും ഒക്കെ ആയിട്ടാണ് മുകേഷ് ഏട്ടൻ വന്നത്. എന്തെല്ലാം പണികളാണല്ലേ ഒരു മൂവി കണ്ടു തീർക്കണമെങ്കിൽ. അങ്ങനെ നുണക്കുഴി കണ്ട് ചിരിച്ചു പറഞ്ഞ് ഡ്രീം മോളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് പോരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.